ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മിനിസ്റ്ററെ നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ ഫ്ലോറിലേക്ക്. മിനിസ്റ്ററെ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, ഇപ്പം ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദം അതൊരു അസാധാരണ നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ രജിസ്ട്രാറെ അന്വേഷണ വിധേയമായാണ് VC സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഈ VC പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ മതപരമായ ഒരു ചിഹ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ്. പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ്? അതിൽ നിന്ന് തുടങ്ങാം നമുക്കാദ്യം. വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ പെടാത്ത ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് അമിതാധികാര പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രകടമാണ്. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം നിയമങ്ങളനുസരിച്ച് വൈസ് ചാൻസലർക്കില്ല. രജിസ്ട്രാറിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ്. അപ്പോൾ സിൻഡിക്കേറ്റിൽ ഈ വിഷയം വച്ച് അതിൽ തീരുമാനമെടുക്കാനേ സാധ്യമാകുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ വളരെ അടിയന്തരമായ എന്ന നിലയിൽ തന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഇടമായിട്ട് മുന്നോട്ട് പോകേണ്ട സർവകലാശാലയിൽ കാവിക്കൊടി ഏന്തിയ സർവാഭരണ വിഭൂഷിതയായി പട്ടുസാരി ചുറ്റി സിംഹാരൂഢയായി ഒരു ഭാരതാംബയെ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അത് RSS ഭാരതാംബയാണെന്ന് നന്നായി തിരിച്ചറിവുള്ള വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ അവിടെ പ്രശ്നഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ള ആ സാഹചര്യത്തിൽ അത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രജിസ്ട്രാർ ചെയ്തത്. അത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇക്കാര്യം സംഘാടകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാനും മതേതര ഇടമായിട്ട് തുടരേണ്ടുന്ന സർവകലാശാലയിൽ മതാത്മക ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യമുള്ളതിനാലുമാണ് രജിസ്ട്രാർ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല മിനിസ്റ്റർ, ഇതിപ്പം ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കാനിരിക്കുകയാണല്ലോ ഇപ്പോൾ VCയുടെ ഈ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പം നിയമ നടപടിക്ക് പോകുമെന്ന് രജിസ്ട്രാറും പറയുന്നു. അപ്പോൾ ഈ VCയും ഗവർണറും ഒക്കെ ഇങ്ങനത്തെ കടുത്ത നിലപാട് തുടരുകയാണെങ്കിൽ ഇത് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവില്ലേ? തീർച്ചയായും സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർ ചെയ്യേണ്ടിയിരുന്നത് സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് ഈ വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് തനി ഫാസിസ്റ്റ് രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായ കാര്യം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് അതിൻ്റെ മതേതര സ്വഭാവം. അത്തരത്തിലുള്ള ഒരു സെക്യുലർ അറ്റ്മോസ്ഫിയറിൽ മാത്രമേ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു RSS ബിംബമാണ്. അത് ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. അത് ലെജിറ്റിമൈസ് ചെയ്തെടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവർണർ പോകുന്ന ഇടത്തൊക്കെ ഈ ചിത്രവും കൊണ്ടുപോകുന്നതും അവിടെ എല്ലാവരും നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നതും. ത്രിവർണ പതാകയാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യയുടെ പതാക എന്ന് അറിയാത്തയാളാണോ ഗവർണർ? അത് അറിയാത്ത ആളാണോ ഈ വൈസ് ചാൻസലർ? ത്രിവർണ പതാക ഏന്തിയ ഖദർ സാരി ഉടുത്ത ഒരു വനിതയുടെ ചിത്രമായിരുന്നു പണ്ട് ഭാരതമാതാവ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ മഹാത്മാഗാന്ധി പണ്ട് കുളിക്കാൻ പോയപ്പോൾ കുളിച്ചു കയറാൻ വസ്ത്രമില്ലാതെ വെള്ളത്തിൽ നിന്നിരുന്ന വനിതയ്ക്ക് അദ്ദേഹത്തിൻ്റെ തൊപ്പി, അദ്ദേഹം തലയിൽ ധരിച്ചിരുന്ന ശിരോവസ്ത്രം ഇട്ടുകൊടുത്തു. അവിടെ നിന്നാണ് അദ്ദേഹം തീരുമാനമെടുത്തത്, ഞാനിനി വസ്ത്രം അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാനിടയാകും വിധം അദ്ദേഹം അധികം വസ്ത്രം ഉപയോഗിക്കാതെ നടന്നത് വസ്ത്രമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ഭാരതീയ വനിതകളെ കുറിച്ച് ഓർത്തിട്ടാണ്. ഇവിടെ പട്ടുസാരി ഉടുത്ത് എല്ലാ ആഭരണങ്ങളും ധരിച്ച് ഭാരതാംബ കാവിക്കൊടിയും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ
ഈ സവർണ സമ്പന്ന പ്രമാണിത്വത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ ആശയ ലോകം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ്. നിലവിലത്തെ ഒരു സാഹചര്യം ഇപ്പോൾ സസ്പെൻഷൻ കൂടി ഇതിപ്പോ ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടിയൊക്കെ വഴിമാറുകയല്ലേ? കാരണം ഇപ്പം ഒരു വശത്ത് ഈ VCയും ഗവർണർ നിൽക്കുന്നു, മറുവശത്ത് രജിസ്ട്രാറും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന നിയമ പോരാട്ടത്തിനാണ് രജിസ്ട്രാറുടെ നീക്കവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല വിഷയങ്ങളും ഈ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ലേ മിനിസ്റ്റർ? പ്രത്യേകിച്ച് ഈ മതപരമായ ചിഹ്നങ്ങൾ, ഭാരതാംബ അടക്കം അവിടെ ചോദ്യം ചെയ്യപ്പെടില്ലേ? തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണമല്ലോ. ഇതാദ്യമായിട്ടല്ലല്ലോ നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നത്. ഇതേ വൈസ് ചാൻസലർ സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ അധ്യക്ഷത വഹിച്ചതിനെതിരായിട്ട് ഇവിടെ വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? പ്രോ ചാൻസലറും കൂടി പങ്കെടുക്കുന്ന സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലറാണ് അധ്യക്ഷത വഹിച്ചത് എന്നുള്ളത് ശരിയായ കാര്യമല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണക്കുറവുണ്ട്. അദ്ദേഹം തന്നെ അയോധ്യയിൽ പോയി ശിലാന്യാസ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം തരമാക്കിയതാണ് ഈ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി. ഇങ്ങനെയാണ് ഇപ്പോൾ താക്കോൽ സ്ഥാനങ്ങളിൽ പോലും കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാൻ തയ്യാറുള്ളവരെ തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. അത് അത്യന്തം അപലപനീയമാണ്. അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സമഗ്രമായ മാറ്റങ്ങളിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒട്ടും അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കേരളീയ ജനതയ്ക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളുമെല്ലാം നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലുമെല്ലാം ഉയർന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ പിറകോട്ടടിപ്പിക്കാനുള്ള പരിശ്രമമാണ് ചാൻസലർമാരായി വന്നുകൊണ്ടിരിക്കുന്ന ഗവർണർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് വലിയ കഷ്ടമാണ്, അത് ഖേദകരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ തീർച്ചയായും മിനിസ്റ്റർ, ഇത് മാത്രമല്ല ഇപ്പം SFI ഒക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. ഇപ്പം സർവകലാശാലകളിൽ ഒക്കെ കാവ്യവൽക്കരണത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആദർശം സജിയൊക്കെ നമ്മളോടിപ്പം ഹലോ മലയാളത്തിലെത്തി പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. കാവ്യവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് SFI തീരുമാനിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല ഇപ്പം ഈ PM ശ്രീ അടക്കമുള്ള പദ്ധതികൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനൊക്കെ കൂടെ നമുക്ക് ചേർത്ത് വേണമെങ്കിൽ വായിക്കാം ഇപ്പോൾ ഈ സർവകലാശാലകളിൽ VCകൾ ഉപയോഗിച്ചും മറ്റുമൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മുഴുവനായിട്ടും എല്ലാത്തിലും ഒരു കാവ്യവൽക്കരണം നടത്താൻ അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു അധികാരം സ്ഥാപിക്കാനൊക്കെ ഒരു ശ്രമം നടക്കുന്നു എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനൊരു തോന്നലുണ്ടോ? തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘപരിവാര ശക്തികളും ചേർന്ന് ഈ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആശയമണ്ഡലത്തെ കാവ്യവൽക്കരിക്കുന്നതിലൂടെ രാഷ്ട്രീയ അധികാരം പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അവരുടെ ഈ ആശയപ്രചരണത്തിനുള്ള വേദികളായി നമ്മുടെ ദൈക്ഷണിക കേന്ദ്രങ്ങളെ, സർവകലാശാലകളെ ദുരുപയോഗം ചെയ്യാനുള്ള പരിശ്രമം നടത്തുകയാണ്. ആ ഇൻഫിൽട്രേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാവിക്കൊടി ഏന്തിയ ഒരു ഭാരതാംബയെ ലെജിറ്റിമൈസ് ചെയ്തെടുക്കാനുള്ള പരിശ്രമങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ഒരു ഹിന്ദു രാഷ്ട്രവാദത്തിലേക്ക് മുന്നേറുകയാണ് നമ്മുടെ രാജ്യം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള പരിശ്രമം വളരെ കൗശലപൂർവ്വം നടത്തുകയാണ്. കാവ്യ പതാക ഏന്തിയ വനിത യഥാർത്ഥത്തിൽ ആ മതാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു ബിംബമാണ്. ആ ബിംബത്തെയാണോ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ കൊണ്ടു നടക്കേണ്ടത്? അദ്ദേഹം പൊതുപരിപാടിയിൽ പോലും RSSൻ്റെ ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത് തീർച്ചയായും മതനിരപേക്ഷ ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ഭരണഘടനാ ദത്തമായ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാവിധ വ്യവസ്ഥകൾക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുക. ഞങ്ങളെല്ലാവരും അത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ഭരണഘടനയേക്കാൾ വലുതാണ് ഹൈന്ദവ ചിഹ്നങ്ങൾ എന്ന് സ്ഥാപിക്കുന്നിടത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അപകടത്തിലാകുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.
മിനിസ്റ്റർ, ഇതിപ്പോൾ സർക്കാരിനൊപ്പം നിലപാടെടുത്ത് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചിന്താഗതിയൊക്കെ പിന്തുടർന്നതിനൊക്കെ പിന്നിലാണ്, അതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിന് ഒരു രജിസ്ട്രാർക്ക് ഒരു നടപടി നേരിടേണ്ടി വന്നത്. ഈ ഇന്നലെ വൈകി നമ്മൾ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു, വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ഇന്നിപ്പോൾ രജിസ്ട്രാർ സസ്പെൻഷൻ നടപടികളൊക്കെ മറികടന്ന് സർവകലാശാലയിലേക്ക് വരുമെന്ന് ഒരു സൂചനയൊക്കെ ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർക്ക് ഭരണഘടന നൽകി സ്വീകരിക്കാൻ SFI തീരുമാനിക്കുന്നു. വീണ്ടും ഒരു വലിയ പോരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് സർവകലാശാലകളിൽ. മിനിസ്റ്ററെ, ഈ നിയമ പോരാട്ടത്തിന് രജിസ്ട്രാർ ഒരുങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ ധാർമ്മികമായ പിന്തുണ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുമോ? എന്താണ് വകുപ്പിന്റെ തീരുമാനം? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ധാർമ്മിക പിന്തുണ നൽകുന്നത് രജിസ്ട്രാർ എന്ന വ്യക്തിക്കൊന്നുമല്ല, അത് ഭരണഘടനയ്ക്കാണ് പിന്തുണ നൽകുന്നത്. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് പിന്തുണ നൽകുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള മാനവികമായ കാഴ്ചപ്പാടിനാണ് പിന്തുണ നൽകുന്നത്. വിഭാഗീയതകളുടെയും ഭിന്നതകളുടെയും വിത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ സർവകലാശാല സമൂഹത്തിൽ വിദ്വേഷാത്മകമായിട്ടുള്ള അന്തരീക്ഷവും അസഹിഷ്ണുതയും ഒക്കെ വളർത്തിയെടുക്കുന്നതിനുള്ള ഗൂഢമായ പരിശ്രമങ്ങളെ തീർച്ചയായും നമ്മൾ വളരുന്ന തലമുറയ്ക്ക് വേണ്ടി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന വളരെ വിശദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ ഭരണഘടനയെല്ലാം റെഫർ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഭരണഘടനയാണ്. അതിനെ ആസ്പദമാക്കി ജോലി ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരാണ് ഗവർണറായാലും മന്ത്രിമാരായാലും. രജിസ്ട്രാറുടെ നിയമ പോരാട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ ഒപ്പം നിൽക്കുമോ? ഈ വിഷയത്തിൽ രജിസ്ട്രാർ യാതൊരു തെറ്റും ചെയ്തതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായ വൈസ് ചാൻസലറുടെ നടപടി തീർച്ചയായും നിയമവിരുദ്ധമാണ്, അമിതാധികാര പ്രയോഗമാണ്, അധികാര ദുർവിനിയോഗമാണ്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നിലപാട്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമനം സ്ഥിരമല്ലാത്തതിൽ ഹൈക്കോടതിയിൽ നടക്കം വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായി, നമ്മളത് കേൾക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും മിനിസ്റ്റർ ഇങ്ങനെ ഒരു സ്ഥിര നിയമനത്തിനൊരു നടപടി ഉണ്ടാകാത്തത്? അത് നടപടി ഉണ്ടാകാത്തത് ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംഘപരിവാര ശക്തികളുടെയും ചട്ടുകങ്ങളായിട്ടുള്ള ചാൻസലർമാരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് കേരള നിയമസഭ ഐകകണ്ഠേന പാസ്സാക്കുന്ന ബില്ലുകൾ പിടിച്ചുവെക്കുകയും ഒരു വർഷത്തിലേറെ കാലം അത് അനക്കാതെ വച്ച് പിന്നെ പ്രസിഡന്റിൽ അയക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും സ്വേച്ഛാപരമായിട്ടുള്ള നടപടികളിലൂടെ ഇക്കാര്യങ്ങളിലൊക്കെ തീട്ടൂരങ്ങൾ ഇറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ ഇക്കാര്യത്തിൽ ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയാൻ ചുമതലപ്പെട്ട കേന്ദ്രമാണ്. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഗവൺമെൻറ്റാണ് പൊതു സർവകലാശാലകളെ പുലർത്തിക്കൊണ്ടുപോകുന്ന എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പിന്തുണയും മേൽനോട്ടവും എല്ലാം നടത്തുന്നത്. ആ കേരള ഗവൺമെൻറ്റിനെ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാൻ തങ്ങളുടെ കിങ്കരന്മാരെ താക്കോൽ പദവികളിൽ നിയോഗിക്കാനാണ് ഇപ്പോൾ ഗവർണർമാർ ചാൻസലർമാരായി വരുമ്പോൾ ശ്രമിക്കുന്നത്. അത് കാരണം ഉണ്ടാകുന്ന അനിശ്ചിതത്വമാണ് ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടന്നു വരികയാണ്. സുപ്രീം കോടതി വിധി ലഭ്യമായതിനു ശേഷമേ അക്കാര്യത്തിൽ ഇനി നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്ററെ. നമുക്കൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.